ഇത് കേരളത്തിലെ ചിന്ന റോം എന്നറിയപ്പെടുന്ന ഒല്ലൂരിലെ വിശ്വപ്രസിദ്ധമായ സെൻറ്റ് ആൻ്റണീസ് ചർച്ച്. പള്ളിക്ക് മുമ്പിലുള്ള കൽക്കുരിശും കൊടിനാട്ടുന്ന കൊടിമരവും നമുക്കിവിടെ കാണാൻ സാധിക്കും. പുരാതനമായ പള്ളികളിൽ കാണുന്ന ഒന്നാണ് പള്ളിക്ക് മുമ്പിലുള്ള കൽക്കുരിശുകൾ. ഇവിടെ നമുക്കതുപോലെ ഒരു കരിങ്കല്ലിൽ തീർത്ത കൽക്കുരിശ് കാണാൻ സാധിക്കും. 1718 സ്ഥാപിതമായതാണ് ഒല്ലൂരിലുള്ള ഈ സെൻറ്റ് ആൻ്റണീസ് ചർച്ച്. അന്തോണിസ് പുണ്യാളൻ്റെ നാമധേയത്തിലുള്ള പള്ളിയാണെങ്കിലും ഇവിടുത്തെ പ്രസിദ്ധമായ തിരുനാൾ മാലാഖയുടെ തിരുനാളാണ്. ഒല്ലൂർ റഫായേൽ മാലാഖയുടെ തിരുനാൾ. അതിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ആഴ്ചയാണ് ഒല്ലൂർ റഫായേൽ മാലാഖയുടെ തിരുനാൾ ആഘോഷിക്കുന്നത്. വളരെ വിശാലമായ ഒരു ദേവാലയാങ്കണം നമുക്കിവിടെ കാണാൻ സാധിക്കും. തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ ഒരു ഇടവക കൂടിയാണ് ഒല്ലൂർ സെൻറ്റ് ആൻ്റണീസ് ചർച്ചിൻ്റെ കീഴിലുള്ളത്. ധാരാളം പേർക്ക് ഒരേ സമയം വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുവാൻ ഇവിടെ സൗകര്യമുണ്ട്. പഴയ നിർമ്മിതിയാണ് പള്ളിക്ക്. 1718 ചെറിയ പള്ളിയായിട്ട് ഇവിടെ സ്ഥാപിതമായത്. ദേവാലയത്തിൻ്റെ ചുമരുകളിൽ നമുക്ക് കാണുവാനാവുക ആയിരക്കണക്കിന് മാലാഖമാരുടെ ചിത്രങ്ങളാണ്. ഇപ്പോഴും ആ ചിത്രങ്ങൾ ഭംഗിയോടെ ചുവരിനെ അലങ്കരിക്കുന്നു. അതുപോലെ തന്നെ ധാരാളം വിശുദ്ധരുടെ രൂപങ്ങൾ നമുക്ക് ഈ പള്ളിയിൽ കാണാൻ സാധിക്കും. അതിമനോഹരമായ മദ്ബഹയും അൾത്താരയും നമുക്ക് കാണാം. എല്ലാം പഴയ രീതിയിലുള്ള ഗോതിക് സ്റ്റൈലിലുള്ള നിർമ്മാണ രീതിയാണ്. ഇതൊരു ദിവ്യാരാധന ചാപ്പലാണ്. പള്ളിയുടെ വലതു കൈഭാഗത്തായിട്ട് ഇത് കാണാൻ സാധിക്കും. യേശുവിൻ്റെ ക്രൂശിത രൂപം, വ്യാകുലമാതാവിൻ്റെ രൂപം, കന്യകാമാതാവിൻ്റെ രൂപം എന്നിവയെല്ലാം ഈ ദേവാലയത്തിൻ്റെ മുകളിൽ കാണുന്നത് പച്ചില കൂട്ടുകൊണ്ടുണ്ടാക്കിയ ഛായാചിത്രങ്ങളാണ്. അവ അല്പം മങ്ങിപ്പോയിട്ടുണ്ടെങ്കിലും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ടവയാണ് അവ. ഇത് റഫായേൽ മാലാഖയുടെ ഒരു രൂപം. മാലാഖയുടെ തിരുനാളാണ് ഇവിടെ ഏറ്റവും അത്യാഘോഷപൂർവ്വം കൊണ്ടാടുന്ന ഒന്ന്. മുൻകാലങ്ങളിൽ റഫായേൽ മാലാഖ തിരുനാളിനോടനുബന്ധിച്ച് ഇവിടെ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്ന ഒരു സംസ്കാരം നിലനിന്നിരുന്നു. അത് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് കുണ്ടകുളം വന്നപ്പോൾ അവ നിർത്തലാക്കിയായിരുന്നു. ഇത് അന്തോണിസ് പുണ്യാളൻ്റെ പള്ളിയുടെ നാൾ വഴികളാണ് ഇവിടെ എഴുതപ്പെട്ടിട്ടുള്ളത്. 1718 ഈ പള്ളി സ്ഥാപിതമായത്. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, അതുപോലെ തന്നെ ചാവറ ഏലിയസ് അച്ഛൻ, തുടങ്ങിയ വിശിഷ്ടാതികളെല്ലാം ഈ ദേവാലയം സന്ദർശിച്ചതായി നമുക്കിവിടെ കാണാൻ സാധിക്കും. ടിപ്പു സുൽത്താൻ്റെ പടയോട്ടക്കാലത്ത് പള്ളിക്ക് നേരെ ആക്രമണമുണ്ടാവുകയും പള്ളി അഗ്നിക്കിരയാക്കുകയും ചെയ്തു. കേരളത്തിലെ ഒട്ടുമിക്ക പുരാതന പള്ളികളെയും ടിപ്പു സുൽത്താൻ ആക്രമിച്ചിട്ടുണ്ട്.
വലിയൊരു ചരിത്രം തന്നെ ഈ പള്ളിക്ക് പറയാനുണ്ട്. അവയിൽ ചിലവാണ് ഈ ശിലാഫലകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഈ പള്ളിക്ക് നേരെ വെടി ഉതിർത്തതിൻ്റെ ഒരു ശിലാഫലകം നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്നെ ആകർഷിച്ച മറ്റൊരു ഘടകം ഈ പള്ളിയുടെ സെമിത്തേരിയാണ്. പണ്ഡിതനെന്നോ പാമരനെന്നോ ധനികനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരേ കല്ലറ. അതാണ് ഈ ദേവാലയത്തിൻ്റെ പ്രത്യേകത മറ്റു പള്ളികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. സെമിത്തേരിയോട് ചേർന്ന് പഴയ പള്ളി കാണാൻ സാധിക്കും. അതിപ്പോൾ മരണാനന്തര കുർബാനകൾ നടത്തുന്നതിനായിട്ട് ഉപയോഗിക്കപ്പെടുന്നു. ഇതാണ് പഴയ പള്ളി. അതിമനോഹരമാണ് ഈ പള്ളിയും നമുക്ക് കാണാനാവുക. വലിയൊരു ക്രൂശിത രൂപം നമുക്കിവിടെ കാണാം. അതുപോലെ യേശുവിൻ്റെ മൃതദേഹം കിടത്തിയിരിക്കുന്ന ഒരു രൂപം, പരിശുദ്ധ കന്യക മാതാവിൻ്റെ ഒരു രൂപം നമുക്ക് ഈ ചാപ്പലിൽ കാണാൻ സാധിക്കും. പെരുന്നാളിനോടനുബന്ധിച്ച് ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. വളരെ മനോഹരമായ മാതാവിൻ്റെ തിരുസ്വരൂപം. ഇത് പള്ളിക്ക് പിന്നിലുള്ള മണിമേടയാണ്. ഇത് ഈ അടുത്ത് ബലപ്പെടുത്തുകയും പെയിൻറ്റിങ് വർക്കുകൾ ചെയ്ത് സുന്ദരമാക്കിയിട്ടുണ്ട്. പള്ളിക്ക് വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ഗ്രൗണ്ടും കാണാൻ നമുക്ക് സാധിക്കും. അവിടെ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള റൈഡറുകൾ സ്ഥാപിക്കുന്ന തിരക്കിലാണ് അവിടെ. വഴി വാണിഭക്കാർക്ക് വേണ്ടുന്ന സ്റ്റാളുകൾ ഒരുക്കിയിരിക്കുന്നു. അടുത്ത ആഴ്ചയാണ് ഇവിടുത്തെ പ്രധാന തിരുനാളായ മാലാഖയുടെ പെരുന്നാൾ ആഘോഷിക്കുന്നത്. അതിൻ്റെ മുന്നൊരുക്കങ്ങളാണ് ഈ കാണുന്നതൊക്കെ. മനോഹരമായി ഈ ദേവാലയം സന്ദർശിച്ച് പ്രാർത്ഥിച്ച് ഞാൻ മടങ്ങുകയാണ്. മാതാവിൻ്റെ ഒരു ഗ്രോട്ടോ, അങ്ങനെ ചിന്ന റോം കണ്ട് ഞാൻ മടങ്ങുകയാണ്. മറ്റൊരു വീഡിയോയുമായി വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും